ബിസിനസ്സുകാരുടെ രാഷ്ട്രീയം എന്താണ്? രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഭയങ്കരമായിട്ട് സജീവമായി നിൽക്കുന്ന സമയമാണ്. നമ്മൾ കേരളം ഒരു ഇലക്ഷനെ നേരിടാൻ പോവുകയാണ്. പക്ഷേ ബിസിനസ്സുകാരൻ്റെ രാഷ്ട്രീയം എന്താണ്? ഗൗരവത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബിസിനസ്സുകാരൻ്റെ രാഷ്ട്രീയം. സാധാരണക്കാരൻ്റെ രാഷ്ട്രീയ ബോധം പോലെയല്ല ബിസിനസ്സുകാരൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ബിസിനസ്സുകാരൻ ഒരു വ്യക്തിയല്ല, അതൊരു പ്രസ്ഥാനമാണ്. അത് ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ഒരുപാട് ജില്ലകൾ കടന്ന്, സംസ്ഥാനങ്ങൾ കടന്ന്, രാജ്യങ്ങൾ കടന്ന് മുന്നോട്ട് പോകാനുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ രാഷ്ട്രീയവും രാഷ്ട്രീയ ബോധവും ആഗോള സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ തലത്തോളം ഉയർന്നതല്ലെങ്കിൽ അവന്റെ ചിന്തകൾ മുരടിച്ചു പോകും. അവൻ ഒരു ജില്ലയിലോ ഒരു പഞ്ചായത്തിലോ ഒരു വാർഡിലോ അവൻ തളച്ചിട്ട് പോകും. അവൻ ഉയർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവന്റെ രാഷ്ട്രീയ ബോധമായിക്കോട്ടെ, അവന് സാമൂഹിക ബോധമായിക്കോട്ടെ, ജില്ലകൾ കടന്ന്, സംസ്ഥാനങ്ങൾ കടന്ന്, രാജ്യങ്ങൾ കടന്ന് ആഗോള തലത്തിലേക്ക് ഉയരുമ്പോഴാണ് നല്ല ഒരു ബിസിനസ് പൗരൻ രൂപപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളെ ചിന്തകളെ ഈ സമയത്ത് ആഗോള തലത്തിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ പ്രൊഡക്റ്റ്, സർവീസ് അതിനെ ആഗോള തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ബിസിനസ്സുകാരെല്ലാവരും ഒരു രാഷ്ട്രീയമാണ് എന്ന് ചിന്തിച്ച് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് എല്ലാ ബിസിനസ്സുകാരൻ്റെയും രാഷ്ട്രീയം ഒരേ ചിന്തയായിട്ട് മാറുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ഒന്നായിട്ട് മാറും. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ചൈന എന്ന് പറയുന്നത്. ചൈനയുടെ ബിസിനസ്സുകാരുടെ രാഷ്ട്രീയമാണ് ആ രാജ്യത്തിന്റെയും രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാജ്യമാണ് ആ നാട്ടിലുള്ള ബിസിനസ്സുകാരെ വളർത്തുന്നതും വളരാൻ പ്രേരിപ്പിക്കുന്നതും സ്വപ്നം കാണിക്കുന്നതുമെല്ലാം. അത് നടപ്പിലാക്കലാണ് ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ ഈ ബിസിനസ്സുകാരുടെ ചിന്തകൾക്കനുസരിച്ച് ബിസിനസ്സുകാരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധം വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.